പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വാറണ്ടിയുടെ കാര്യം എങ്ങനെയാണ്? വാറണ്ടി നമ്മൾ 2017 മുതൽ തുടങ്ങുന്ന എല്ലാ വണ്ടികൾക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ, ഒരു വർഷത്തെ വാറണ്ടി. അതായത് 2017 മുതലുള്ള എല്ലാ മോഡലിനും ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എഞ്ചിന്, ഗിയർ ബോക്സ്, AC, ഇലക്ട്രിക്കൽ പാർട്സ്, ECM, ECU ഓർ 10,000 കിലോമീറ്റർ വരെ. 31,000 കിലോമീറ്റർ. 10,000 ഓടിയിട്ടുണ്ടല്ലേ? ഇത്രയും സർവീസ് കമ്പനിയിൽ അപ് ടു ഡേറ്റ് ആണ്. കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ്. ഇനി അടുത്ത സർവീസ് വരുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കസ്റ്റമർ കഴിഞ്ഞിട്ടുണ്ട്, സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല അതിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് കോഴിക്കോടുള്ള ഓട്ടോ വെഞ്ചർ ദ കാർ ക്ലബ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാവങ്ങാടാണ്. അതായത് കോഴിക്കോട് ടു കണ്ണൂർ റൂട്ടിൽ പാവങ്ങാട്, ജസ്റ്റ് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കൂടെയുള്ളത് ത്യാഗു ആണ്. വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് പോളോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ. എന്താ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ. 2015. അതെ, 15 മോഡൽ ഐലൈൻ ഡീസൽ ടോപ്പ് ആൻഡ് വേരിയന്റ്. ടോപ്പ് ആൻഡ് മോഡലാണല്ലേ? റൈറ്റ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 79,000 കിലോമീറ്റർ. 79,000. വേറെ എനി പ്രോബ്ലം, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഓക്കെ. നിലവിൽ വേറെ മെക്കാനിക്കൽ കംപ്ലൈൻസ് ഒന്നും നിലവിലില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വാറണ്ടിയുടെ കാര്യം എങ്ങനെയാണ്? വാറണ്ടി നമ്മൾ 2017 മുതൽ തുടങ്ങുന്ന എല്ലാ വണ്ടികൾക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ, ഒരു വർഷത്തെ വാറണ്ടി. അതായത് 2017 മുതലുള്ള എല്ലാ മോഡലിനും ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എഞ്ചിന്, ഗിയർ ബോക്സ്, AC, ഇലക്ട്രിക്കൽ പാർട്സ്, ECM, ECU ഓർ 10,000 കിലോമീറ്റർ വരെ. 10,000 കിലോമീറ്റർ വരെ വാറണ്ടി, അല്ലെങ്കിൽ 1 ഇയർ വാറണ്ടി. പിന്നെ വേറെ എന്തെങ്കിലും അസിസ്റ്റൻസ് എന്തെങ്കിലും? വേറെ നമുക്ക് RS ഒക്കെ അതിന്റെ അഡീഷണൽ ആയിട്ട് എടുത്തു കൊടുക്കാം. റോഡ് സൈഡ് അസിസ്റ്റൻസും കാര്യങ്ങളും. റോഡ് സൈഡ് അസിസ്റ്റന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം കണ്ടീഷൻസ് ഒക്കെ അല്ലേ? ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. റൈറ്റ്. അപ്പൊ എങ്ങനെയാണ് പഞ്ചിന്റെ ഡീറ്റെയിൽസ്? പഞ്ച് വരുന്നത് 2023 മോഡലാണ്. 2023 മോഡല് പഞ്ച് ക്രിയേറ്റീവ്, ഏറ്റവും ടോപ്പ് ആൻഡ് വണ്ടി. ടോപ്പ് ആൻഡ് മോഡലാണ്. കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്. പെട്രോൾ ആണ്? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതായത് AMT ആണ്. കീലെസ് എൻട്രി ആണ് അല്ലേ? കീലെസ് എൻട്രിയും ഫുൾ ഓപ്ഷൻ മോഡലാണ്. ഫുൾ ഓപ്ഷൻ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ക്രിയേറ്റീവ് ആണ്. ഓക്കെ. പിന്നെ ഇതിന് പുതിയതിന് ഓൺ റോഡ് 10-11 അടുത്തിട്ട് വില വരുന്നുണ്ട്. 11 അടുത്ത് വില വരുന്നുണ്ട്. പുതിയത് 23 ആണല്ലോ. നമ്മളിവിടെ ചോദിക്കുന്നത് 765 ആണ്. 760. മാക്സിമം ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കാം. 7,67,000 പരമാവധി ഡിസ്കൗണ്ട് വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കാം. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അടുത്തത് ഡിസയർ. ഇത് KL 76 എന്ന് പറയുമ്പോൾ നന്മണ്ട രജിസ്ട്രേഷൻ, ബാലുശ്ശേരി. ബാലുശ്ശേരി നന്മണ്ട. ഓക്കെ. എന്താ ഡീറ്റെയിൽസ്? ഡിസയർ ഇത് സിംഗിൾ ഓണർ ആണ്. 81,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർ ആണ്. 81,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡിസയർ VXI ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ AMT ആണോ? AMT AGS എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി. AMT ആണ്. AMT AGS ആ ഷിഫ്റ്റിങ്ങിലുള്ള ലാഗ് കുറയും. ഗിയർ സിസ്റ്റം. ലാഗ് കുറയൂല്ലേ? ഇപ്പോഴത്തെ പുതിയ മോഡൽ ഗിയർ ബോക്സ്. പഴയ പ്യൂർ AMT അല്ല. പ്യൂർ AMT അല്ല, കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് അല്ലേ? റൈറ്റ്. ബാക്കി എന്താണ് വേറെ മെയിൻ്റനൻസ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും? പ്രോപ്പർ സർവീസ് ആണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിന് വാറണ്ടി ഒക്കെ കൊടുക്കാം. ഏതായിരുന്നു ഇയർ? 2018 ആണ്. 18 ആയതുകൊണ്ട് 1 ഇയർ വാറണ്ടി. ബാക്കി എല്ലാ അസിസ്റ്റൻസും എല്ലാ കാര്യങ്ങളും കൊടുക്കാം. ഓക്കെ. അപ്പൊ എത്രയാണ് റേറ്റ് വരുന്നത്? ലാസ്റ്റ് റേറ്റ് എത്രയാണ് വരുന്നത്? 5,30,000 രൂപയാണ് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ വണ്ടിക്കും പറയുന്ന പോലെ തന്നെ മാക്സിമം കുറച്ച് കൊടുക്കാം. നെഗോസിയേഷൻ ഒക്കെ ചെയ്യാം. അടുത്തത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ട്രൈബർ ആണ്. 2020-21 രജിസ്ട്രേഷൻ, ജനുവരി രജിസ്ട്രേഷൻ. അതെ. ഓക്കെ. ട്രൈബർ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ RXZ. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ AMT ആണോ? AMT വരിക, അല്ലെങ്കിൽ ATO? AMT ഫുൾ ഓപ്ഷൻ. RXZ. അതെ. നമ്മള് പഞ്ചില് പറഞ്ഞില്ലേ, അതേപോലെ കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഇതിലും വരും. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 24,000 ഓടിയിട്ടുണ്ട്. K11 ആണ്. KL 11 ആണല്ലേ? കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. 24,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 7 സീറ്റർ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു 7 സീറ്റർ വണ്ടിയാണ്. ഈ കേസിൽ എർട്ടിഗയിലേക്കൊക്കെ പോകുമ്പോൾ ചുരുങ്ങിയത് ഒരു 10 ലക്ഷം റുപ്യന്റെ അടുത്തെങ്കിലും വരും. റേറ്റ് കുറവാണ്. അതെ. കമ്പാരിറ്റീവ്ലി നമ്മളെ ആവശ്യവും നടക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നുണ്ട്? പുതിയ വണ്ടിക്ക് കറക്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 9 സംതിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിന് എത്രയാണ് റേറ്റ്? ഇതിന് നമുക്ക് 5,40,000. മോഡൽ ഏതാണ്? ഇയർ ഏതാണ്? 2021 രജിസ്ട്രേഷൻ. 2021. 5,40,000.
5,40,000. 2020 മോഡലാണ്, 21 രജിസ്ട്രേഷൻ. ചെറിയ ചെറിയ മാറ്റങ്ങൾ പുതിയ വണ്ടിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും കോൾ ചെയ്ത് സംസാരിച്ച് നമുക്ക് അത്യാവശ്യമൊക്കെ മാക്സിമം ചെയ്യാലോ. അതെ. ആ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ പ്രൈസിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിളിച്ചോളൂ ആവശ്യമുണ്ടെങ്കിൽ. അടുത്തത് KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ, ഒരു ടിയാഗോ XT വേരിയന്റ് ആണ്. എന്താണ് ഡീറ്റെയിൽസ്? ഇത് സിംഗിൾ ഓണർ തന്നെ. സിംഗിൾ ഓണർ ആണ്. 54,000 കിലോമീറ്റർ ഓടിയത്. 54,000 ഓടിയിട്ടുണ്ട്. ഏത് വർഷത്തെയാണ്? ഇത് 2018 മോഡൽ. 2018 ആണ്. 18 മോഡല്. നമ്മള് വില 3,85,000 രൂപ. 3,85,000. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ 5-ാം മാസം സർവീസ് കഴിഞ്ഞാണ്. ഇനി നെക്സ്റ്റ് സർവീസ് 2026 5-ാം മാസം. 2026 സർവീസ് ഉണ്ട് അല്ലേ? ഇനി 5-ാം മാസം വരും. ഓക്കെ, കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നോക്കാവുന്ന വണ്ടിയാണ്. 4 പുത്തൻ ടയറുണ്ട്, പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല വണ്ടിയാണ്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്ത് സംസാരിക്കാം. അടുത്തത് 2013 മോഡല് i10 മാഗ്ന അല്ലെ? മാഗ്ന വേരിയന്റ് ആണ്. എന്താണ് ബാക്കി ഡീറ്റെയിൽസ്? ഇതൊക്കെ വണ്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഓവറോൾ ഒരു 2013 പറഞ്ഞു, പക്ഷെ കാണുന്ന സമയത്ത് നമുക്ക് അത്ര പഴക്കം ഫീൽ ചെയ്യുന്നില്ല. എക്സ്റ്റീരിയർ സൈഡും ഇന്റീരിയറും ഒന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇത് കേട്ടോ. ലോ കിലോമീറ്റർ ആണ്. ഇതുവരെയുള്ള എല്ലാ സർവീസും കമ്പനി 31,000 കിലോമീറ്റർ. 51,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഇത്രയും സർവീസ് കമ്പനിയിൽ അപ് ടു ഡേറ്റ് ആണ്. കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ്. ഇനി അടുത്ത സർവീസ് വരുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കസ്റ്റമർ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല അതിലേക്ക്. ഓക്കെ, പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പൊ എത്രയ്ക്ക് കൊടുക്കാം ലാസ്റ്റ്? 3,25,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പക്ഷേ കിലോമീറ്റർ കുറഞ്ഞതിനായിട്ടുള്ള ചെറിയൊരു വിലയിൽ കാര്യങ്ങൾ ഉണ്ടാവും. മാക്സിമം ചെയ്ത് കൊടുക്കാം. 31,000 ഓടിയല്ല? 31,000 ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. വളരെ ചെറിയ കിലോമീറ്റേഴ്സ്, ലോ കിലോമീറ്റേഴ്സ് ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം നെഗോസിയേഷൻസ് ഒക്കെ ചെയ്യാം. റൈറ്റ്, അഗെയിൻ ഒരു ഗ്രാൻഡ് ഐറ്റണാണ്. തിരൂരങ്ങാടി KL55 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ അല്ലേ? ഇങ്ങനെയാണ് ഡീറ്റെയിൽസ്. ഇത് 2019 മോഡലാണ്. 2019 മോഡലാണ്. മോഡൽ സെക്കൻഡ് ഓണർ. നേരത്തെ പറഞ്ഞ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുന്നത് മാഗ്ന ഓപ്ഷണലാണ്. സാധാ മാഗ്ന എല്ലാം ഓപ്ഷണൽ വേരിയന്റാ. അതാകുമ്പോൾ നമുക്ക് ഇൻബിൽട്ട് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ഓൺ ആവും ഈ വണ്ടിയിലേക്ക്. ഇതിന്റെ അകത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടില് 2 ടയർ പുതിയതാണ്. പുതിയ ടയേഴ്സ് ഉണ്ട്. കോണ്ടിനെന്റലിന്റെ പുതിയ. ഓടിയത് ഇത് 39 ഓടിയിട്ടുള്ളൂ. 39. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലോമീറ്റർ വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോള് പിന്നെ മാനുവൽ ആണല്ലേ? മാനുവൽ ആണ്. എത്രയാണ് ലാസ്റ്റ് റേറ്റ്? ഇത് 440. ഇയർ ഏതായാലും പറഞ്ഞ്? ഇയർ 2019. 4,40,000 ആണ് ലാസ്റ്റ് പ്രൈസ്. ബട്ട് സ്റ്റിൽ നെഗോഷ്യബിൾ. സംസാരിച്ചോളൂ. മാക്സിമം കുറച്ച് കൊടുക്കാം അല്ലേ? റൈറ്റ്. അപ്പൊ എങ്ങനെയാണ് ഈ ഡിസയറിന്റെ ഡീറ്റെയിൽസ്? ഇത് ഡിസയർ ഡീസൽ ആണ്. ഡീസൽ സെക്കൻഡ് ഓണർ. VDI ഓപ്ഷൻ. ഡീസൽ ആണ്, സെക്കൻഡ് ഓണർ ആണ്. എത്ര മൈലേജ് നോക്കാം നമുക്ക്? മൈലേജ് നമുക്ക് ഒരു 18 ഒക്കെ കിട്ടും. 18 മൈലേജ് ഉണ്ടാവും ഡീസൽ വണ്ടി ആയതുകൊണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. അതെ, സെക്കൻഡ് ഓണർഷിപ്പ്. ഏത് ഇയർ ആയിരുന്നു? 2015 മോഡൽ. 2015 മോഡലാണ്. 86,000 കിലോമീറ്റർ ആണ് ഓടിയത്. 86,000 കിലോമീറ്റർ. 86,000 ഓടിയിട്ടുണ്ട് അല്ലേ? വേറെ പക്ഷേ അതിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഡീസലിനെ സംബന്ധിച്ച് അത് ലോ കിലോമീറ്റർ ആണ്. ചെറിയ കിലോമീറ്റർ അല്ലേ? വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. അപ്പൊ എത്രയാണ് വരുന്നത്? റേറ്റ് എത്ര വരുന്നത്? ഇതിന് നമുക്ക് 4.5 ആസ്കിങ്. 4,50,000. അടുത്തത് ഹോണ്ട ജാസ് ആണ്. ഇത് KL2 കൊല്ലം രജിസ്ട്രേഷൻ ആണ് വണ്ടി. അവിടുത്തെ നമ്പർ പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് കാണില്ല. അതെ, കുറച്ച് കൺജസ്റ്റഡ്. അതെ. അപ്പൊ എന്താണ് ഡീറ്റെയിൽസ്? ഇത് 2016 മോഡൽ വി പെട്രോൾ. പെട്രോൾ. സിംഗിൾ ഓണർ. 72,000 കിലോമീറ്റർ. 72,000 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. എത്രയ്ക്ക് കൊടുക്കാം? ഇത് 4,85. 4,85,000. അപ്പൊ ഹോണ്ട ജാസ് വി വേരിയന്റ് ആണ്. 72,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 2016 മോഡൽ അല്ലേ? എത്രയായിരുന്നു പറഞ്ഞ റേറ്റ്? 4,85,000. 4,85,000 ലാസ്റ്റ്. അടുത്തത് കോഴിക്കോട് രജിസ്ട്രേഷൻ വെന്യൂ ആണ്. ഡീറ്റെയിൽസ്? വെന്യൂ ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ മോഡലാണ്. അതെ, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 2020 മോഡലാണ്. 2020. മൈലേജ് എത്ര വരും? മൈലേജ് ഓൾമോസ്റ്റ് നമുക്ക് ഒരു പെട്രോളിന് വെച്ചാണ് ഞാൻ പറഞ്ഞത്, ഒരു 18 കിലോമീറ്റർ ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ കുറെ കസ്റ്റമേഴ്സ് ഇവിടെ എന്ന് പറയുന്നത് വെന്യൂ കുറച്ച് മൈലേജ് കുറവാണ് പെട്രോൾ എടുക്കുന്നതല്ലേ. SX ഓപ്ഷണൽ ആണ്. അത്യാവശ്യം ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ തന്നെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് വരും, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, എലോയ്സ്, പിന്നെ വയർലെസ് ചാർജിങ്, എയർ ബാഗ്സ് പില്ലറിലൊക്കെ വരും. 4 എയർ ബാഗ് വരും.
വെന്യൂ ഫുള്ളി ലോഡ് വണ്ടി. അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടി. അതെ അതെ, നോക്കിക്കോളൂ. 90%ഓളം ടയേഴ്സും ഉണ്ട്. അതെ, ടയേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇപ്പൊ എത്ര റേറ്റ് വരുന്നത്? ഇതിന് റേറ്റ് 8,80,000. ഓക്കെ. പുതിയതിന് എത്ര റേറ്റ് വരിക? പുതിയതിൻ്റെത് എനിക്ക് തോന്നുന്നു ഏകദേശം അപ്രോക്സിമേറ്റ് ആ റേഞ്ച് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത് എത്രയ്ക്ക് കൊടുക്കാം ലാസ്റ്റ്? ഇത് 880 നമ്മൾ ആസ്കിങ് ചെയ്യുന്നത്. ഇപ്പൊ മാക്സിമം കുറച്ച് കൊടുക്കാം. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും. ഡീസൽ വണ്ടിയാണ് വെന്യൂ. അപ്പൊ നോക്കിക്കോളൂ. അടുത്തത് ഒരു i20 ആണ്. ന്യൂ ഷേപ്പ് ആണ്. ഏതായാലും മോഡൽ? 2022 മോഡൽ. 2022 മോഡൽ. എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ? ഇത് 2022 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. എക്സ്ട്രാ ഓപ്ഷണൽ കുറെ ഫീച്ചേഴ്സ് വരും. സൺറൂഫ് വരും, വയർലെസ് ചാർജിങ്, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ഓപ്ഷൻ. ടോപ്പ് മോഡലാണ് അല്ലേ? എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 47,000. 47,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഫുൾ ഓപ്ഷൻ. ന്യൂ ഷേപ്പ് ആണ്. അതെ. 2022 മോഡൽ. പ്രൊജക്ടർ ലാംപ്സ്, എല്ലാ കാര്യങ്ങളും, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഫുൾ വാറന്റിയോടെ കൊടുക്കാം. ഫുൾ വാറന്റിയോടെ കൊടുക്കും. എത്രയാ ലാസ്റ്റ് വരുന്നത്? ഇത് 7,60,000. 7,60,000. അതായത് പുതിയ മോഡലാണ്. i20 2022 മോഡൽ, ന്യൂ ഷേപ്പ് മോഡലാണ്. റൈറ്റ്. ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അഗൈൻ ഒരു i20 ആണ്. ഇത് സ്പോർട്സ് ഓപ്ഷൻ. 2015 മോഡൽ. 2015 മോഡൽ. എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ്? സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഓടി. പെട്രോൾ. റൈറ്റ്. പെട്രോൾ. നോർമൽ സ്പോർട്സ് അല്ല, സ്പോർട്സ് ഓപ്ഷനിലാണ് വരിക. ഓപ്ഷനാണ്. അപ്പം അഡീഷണൽ ആയിട്ട് എന്താ? ക്ലൈമറ്റ് കൺട്രോൾ, AC വരും, അലോയ് വീൽ വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി. ആസ്റ്റയിൽ വരാത്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുള്ളൂ. ബാക്ക് വൈപ്പർ, പ്രൊജക്ടർ പോലെ തന്നെ ഒരു ഫുൾ ലോഡ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? എത്രയാണ് ലാസ്റ്റ് വരുന്നത്? 490. 4,90,000. റൈറ്റ്. മോഡൽ ഏതാ? ഇയർ ഏതാ? 2015 സിംഗിൾ ഓണർ. 4,90,000. അതായത് i20 സ്പോർട്സ് ഓപ്ഷൻ. അടുത്തൊരു ഹോണ്ട അമേസ് ആണ്. കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. KL56 അല്ലേ? എന്താണ് ബാക്കി ഡീറ്റെയിൽസ്? ഇത് 2019 മോഡലാണ് വരുന്നത്. 2019 സിംഗിൾ ഓണർ. 45,000 കിലോമീറ്റർ. 45,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ. SMT എന്ന് പറഞ്ഞ വേരിയന്റ് വരും. SMT മാനുവൽ. റൈറ്റ്. മാനുവൽ. റൈറ്റ്. പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ വണ്ടി. ടയർ 4 യോക്കോഹാമന്റെ പുതിയ വീൽസ് ആണ്. പുതിയ ടയേഴ്സ് അല്ല വണ്ടിയുടെ. പിന്നെ ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വാറന്റിയോടെ കൊടുക്കാം. റേറ്റ് വരുന്നത് ലാസ്റ്റ്? ഇത് റേറ്റ് വരുന്നത് 6,10,000. 6,10,000. അടുത്തത് അഗൈൻ ഒരു ഹോണ്ട ജാസ് ആണ്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഏത് ഇയർ ആണ്? 2018 സിംഗിൾ ഓണർ. 2018 സിംഗിൾ ഓണർ. എത്ര ഓടിയിട്ടുണ്ട്? 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 68,000 കിലോമീറ്റർ. വി ഓപ്ഷൻ. അതും വി ഓപ്ഷൻ ആയിരുന്നു. നേരത്തെ കണ്ടത് മാനുവൽ. ഇത് ഓട്ടോമാറ്റിക്. അതെ, ഓട്ടോമാറ്റിക് ആണ്. CVT ട്രാൻസ്മിഷൻ വരിക. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട്. ഷിഫ്റ്റിംഗ് അറിയില്ല. നേരത്തെ ചെറിയ ലാഗ് ഇതിലുണ്ടാവില്ല. CVT ആയതുകൊണ്ട്. അതെ, കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ. സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. എത്ര ഓടിയ വണ്ടി? ഇത് 68,000 കിലോമീറ്റർ. 68,000. എത്ര റേറ്റ് വരിക? 6,15,000. 6,15,000. അപ്പൊ 2018 മോഡൽ CVT ആണ്. ഓട്ടോമാറ്റിക്. 6,15,000. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഹോണ്ട ജാസ് CVT. അടുത്തതൊരു ടാറ്റ ടിയാഗോ ആണ്. റെഡ്. എന്താ ഡീറ്റെയിൽസ്? ഇത് 2023 ഓട്ടോമാറ്റിക്. 2021 AMT അല്ലേ? AMT സിംഗിൾ ഓണർ. 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ. ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ XZA പ്ലസ് ആണ് വരിക. XZA പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പ് മോഡൽ ആണല്ലേ? ടോപ്പ് എൻഡ്. ഡ്യുവൽ ടോൺ വരും. അലോയ്സ്, ക്ലൈമറ്റ് കൺട്രോൾ ആണ് വണ്ടി. അതെ. എത്രയാണ് ലാസ്റ്റ് റേറ്റ്? ഇത് 5,90,000. 5,90,000. പുതിയ വണ്ടിക്ക് ഓൾമോസ്റ്റ് 9 lakh സംതിങ് ഉണ്ട്. ഓക്കെ. 2023 മോഡലാണ് വണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ ഓട്ടോ വെഞ്ചർ കാലിക്കറ്റിന്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വണ്ടി ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൾ ചെയ്യാൻ മടിക്കരുത്. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവർ 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് 2017 അതിനുശേഷമുള്ള എല്ലാ മോഡലുകൾക്കും 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസിന് നിങ്ങൾ കോൾ ചെയ്ത് സംസാരിക്കാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം. ബൈ.